ഇവിടെ 8 പേരുണ്ട്. ഈ 8 പേരും ജനിച്ചത് ഡിഫറെന്റ് മന്തിലാണ്. ഡിഫറെന്റ് മന്തിലെ 8-ാം തീയതിയാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ജാനുവരി ടു ഓഗസ്റ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മന്തിലാണ് ഇവർ ജനിച്ചിട്ടുള്ളത് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവരൊന്ന് അറേഞ്ച് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് നോക്കൂ. 2 persons ഹാവ് ബർത്ത്ഡേ ആഫ്റ്റർ എംസ് ബർത്ത്ഡേ. എമ്മിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 2 പേർക്ക് കൂടി ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ നിന്ന് മൂന്നാമതായിരിക്കില്ലേ എം. അപ്പൊ എമ്മിന്റെ ബർത്ത്ഡേ എന്നായിരിക്കും? ജൂണിലായിരിക്കും. ആർ ഹാസ് ബർത്ത്ഡേ 2 months ബിഫോർ ഓസ് ബർത്ത്ഡേ. ഓന്റെ ബർത്ത്ഡേന്റെ 2 മാസം മുന്നെയാണ് എന്ത്? ആറിന്റെ ബർത്ത്ഡേ. അപ്പൊ അതിന് ഒരു കാര്യം മനസ്സിലാക്കാം, ആറിന്റെയും ഓന്റെ ഇടയിൽ ഒരാൾ ബർത്ത്ഡേ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കിവിടെ പല പോസിറ്റീവ് വരുന്നതുകൊണ്ട് ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത പോയിന്റ് നോക്കാം. 2 persons ഹാവ് ബർത്ത്ഡേ ബിറ്റ്വീൻ എം ആൻഡ് എൻസ് ബർത്ത്ഡേ. എമ്മിന്റെ എന്നിന്റെ ബർത്ത്ഡേന്റെ ഇടയിൽ 2 പേരുണ്ട്. അപ്പോ താഴോട്ട് പറ്റില്ല, 1, 2 എൻ ഇവിടെ വരും. ഇനി അടുത്ത പോയിന്റ് നോക്കൂ. എസ് ഡസ് നോട്ട് ഹാവ് ബർത്ത്ഡേ ഇൻ ഓഗസ്റ്റ്. എസിന് എന്തല്ല, ഓഗസ്റ്റില് എസിന്റെ ബർത്ത്ഡേ വരില്ല. നോട്ട് ചെയ്തു. ടീസ് ബർത്ത്ഡേ ഈസ് ജസ്റ്റ് ആഫ്റ്റർ ക്യൂസ് ബർത്ത്ഡേ. ക്യൂവിന്റെ ബർത്ത്ഡേ കഴിഞ്ഞ് തൊട്ടടുത്ത മാസം എന്താണ്? ടീന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അത് ഞാൻ നോട്ട് ചെയ്തു. ക്യൂവിന്റെ തൊട്ട് താഴെ ആരാണ്? ടി വരും. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, എസ് ബർത്ത്ഡേ ഈസ് നോട്ട് ബിഫോർ പീസ് ബർത്ത്ഡേ. എസിന്റെ ബർത്ത്ഡേ പിന്റെ മുന്നേ ആവരുത് എന്ന് പറഞ്ഞാൽ പിക്ക് ശേഷമായിരിക്കും എന്ത് വരിക? എസിന്റെ ബർത്ത്ഡേ. ഇനി ഈ 3 പോയിന്റ് ഒന്ന് ഇതിൽ പോസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് നോക്കാം ആറിന്റെ ഓന്റെ എങ്ങനെയൊക്കെ പോസിബിലിറ്റി വരാം. 6 ഇവിടെ വരാം, ഓ ഇവിടെ വരാം. ഇനി വേറെ ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട്. 6 ഇവിടെ വരാം, ഓ ഇവിടെ വരാം. 6 പോയി അവിടെ വന്ന് സ്ഥിതിക്ക് നമുക്ക് ഇനി ഈ പോയിന്റ് കൊടുത്തൂടെ? ടിയും ക്യൂവും കൊടുത്തൂടെ? എവിടെയൊക്കെ അടുത്തടുത്ത് വരാം? ക്യൂ ഇവിടെ കൊടുക്കാം, ടി ഇവിടെ കൊടുക്കാം. ഇവിടെയും ക്യൂ ഇവിടെ കൊടുക്കാം, ടി ഇവിടെ കൊടുക്കാം. ഇനി നമുക്ക് ആരൊക്കെ ഉണ്ട്? പി ഉണ്ട്, എസ് ഉണ്ട്. പിയുടെ ബർത്ത്ഡേക്ക് ശേഷമാണ് എന്ത്? എസിന്റെ ബർത്ത്ഡേ. അപ്പോ ആദ്യം പി വരും, പിന്നെ എസ് വരും. ഇവിടെ ആദ്യം പി വരും, ഇവിടെ എസ് വരും. പക്ഷെ നമുക്കറിയാം എസിന്റെ ബർത്ത്ഡേ എന്താ വരുന്നത്? ഓഗസ്റ്റിലാവരുത്. അതുകൊണ്ട് ഈ കേസ് എന്താണ്? തെറ്റായിരിക്കും. ഇതായിരിക്കും നമ്മളെ ഫൈനൽ അറേഞ്ച്മെന്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു among the following has birthday in January? ജാനുവരിയിൽ ആർക്കാണ് ബർത്ത്ഡേ? നോക്കൂ, ആർക്കാണ്? പിയുടെ ബർത്ത്ഡേ ആണ് ജാനുവരിയിൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പേഴ്സൺസ് ഹാവ് ബർത്ത്ഡേ ആഫ്റ്റർ ഓസ് ബർത്ത്ഡേ? ഓന്റെ ബർത്ത്ഡേക്ക് ശേഷം എത്ര പേരുടെ ബർത്ത്ഡേ ഉണ്ട്? ഓ എവിടെയാണല്ലോ, ഏപ്രിലാണ്. അതിന് ശേഷം എത്ര പേരുണ്ട്? 1, 2, 3, 4. സോ ആൻസർ എന്താണ്? 4. തേർഡ് ക്വസ്റ്റ്യൻ, എൻ ഹാസ് ബർത്ത്ഡേ ഇൻ ഡാഷ്. ഏത് മാസമാണ് എന്നിന്റെ ബർത്ത്ഡേ? എൻ ഏത് മാസമാണ്? മാർച്ചിലാണ്. ആൻഡ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? തന്ന ഓപ്ഷനിൽ ഏതൊക്കെ പേഴ്സ് ആണ് കറക്റ്റ്ലി മാച്ച് ആയതെന്ന് ചോദിച്ചിട്ടുള്ളത്. അതിന് ആൻസർ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും.